Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good morning, ma'am. Mute ആണോ മാം? Good morning, ma'am. ഞാൻ പറയണൊന്നും കേൾക്കണില്ല. Good morning, ma'am. ഇല്ല ഇല്ല ഇപ്പോഴും ma'am, കേൾക്കാൻ പറഞ്ഞത് വയ്യ മാം. കേൾക്കുന്നില്ല. ഇല്ല ഇല്ല. ഇല്ല 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 ഇല്ല. കേൾക്കത്തില്ല മാം. ഹാപ്പി ബർത്ത്ഡേ റിൻഡ. Thank you, Suramya. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഹാപ്പി ബർത്ത്ഡേ. Thank you, thank you, thank you ഹാപ്പി all. ബർത്ത്ഡേ റിൻഡ. Thank you. Happy birthday, Rinda. Thank you. Happy birthday, Linda. Thank you. Happy birthday, Linda. Thank you. എടോ എന്തായാലും പ്രേയർ ഒക്കെ തുടങ്ങിക്കോ. മിസ് വരട്ടെ, അപ്പത്തേക്കും റെക്കോർഡിംഗ് അല്ലേ. ഓക്കെ, എന്നാ ഞാൻ പാടുവാണേ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു, ബുദ്ധിയും സിദ്ധിയും നീയല്ലോ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കണ്ണടയ്ക്കുന്നു, വിദ്യയും രൂപവും നീയല്ലോ. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കേൾക്കാം madam. ആ മാം ma'am. കേൾക്കാമല്ലോ. കേൾക്കുന്നുണ്ട് മാം, പറയുന്ന കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ല? മാമിന് കേൾക്കുന്നില്ല? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ, മാം പറയുന്ന കേൾക്കാം. ഇപ്പൊ മാം പറയുന്നത് ക്ലിയറാ. വെയിറ്റ് ചെയ്യണേ. അപ്പൊ പ്രേയർ ഒന്നുകൂടെ പാടണോ? മിസ് വന്നിട്ട് ഒന്നുകൂടെ പാടറാ. ഇപ്പൊ ഒന്ന് സംസാരിച്ചു നോക്കിയേ. ഹലോ, ഇങ്ങോട്ട് എന്തെങ്കിലും പറയൂ. മെസ്സേജ് അയക്കല്ലേ, ഇങ്ങോട്ട് എന്തെങ്കിലും പറയൂ. Hello, ma'am.
ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ലല്ലോ. ഇപ്പൊ മാം ഒന്നും പറയുന്നില്ലാന്ന് തോന്നുന്നല്ലോ. പ്രയർ കഴിഞ്ഞോ? ഇല്ല, ഞാൻ ഒന്നുകൂടെ പാടും. നിങ്ങൾ പാടിയിട്ട് കാര്യമില്ല, അവിടെ റെക്കോർഡ് ആവണ്ടേ? റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? മാമിന്റെ റെക്കോർഡഡ് മൈക്കിൽ ആണല്ലോ, എന്തെങ്കിലും മാമിന്റെ കംപ്ലീറ്റ് സൗണ്ട് കേൾക്കുന്നില്ല എന്ന് മാം മാത്രമല്ലേ. റെക്കോർഡിംഗ് വർക്കിംഗ് ആണ്, പക്ഷെങ്കിൽ ഇത് മാമിന്റെ അവിടെ മ്യൂട്ട് ആവുന്നതായിരിക്കും. അപ്പൊ സുരു പ്രയർ ചൊല്ലിക്കോ, മാമിനോട് പറയാം നമുക്ക്. എടാ മാം വന്നിട്ട് നീ ചൊല്ലിയാ മതിയടാ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കാവും. തോട്ടും സൈനിനും ഒക്കെ പറഞ്ഞായിരുന്നെ നല്ലതായിരുന്നു. 10:37 എടാ എന്തായാലും മിസ് പ്രെയർ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴല്ലേ പറഞ്ഞ മിസ് റെഡി ആക്കട്ടെ എന്ന്. അപ്പൊ അത് ക്ലിയർ ആവട്ടെടാ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അല്ല, മിസ് വരുമ്പോ പറഞ്ഞാ പോരെ ഇതൊക്കെ കഴിഞ്ഞൂന്നോ. എന്നാ ഓക്കെ, ഞാൻ പാടാൻ പോവാണേ. ഇനി ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്ത്. ഓക്കെ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു, ബുദ്ധിയും സിദ്ധിയും നീയല്ലയോ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കണ്ണടയ്ക്കുന്നു, വിദ്യയും രൂപവും നീയല്ലോ. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കൈവിടല്ലേ സർവേശ്വരാ. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കൈവിടല്ലേ സർവേശ്വരാ. ഓക്കെ, താങ്ക് യു. തോട്ടെ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു സുരഭി പറഞ്ഞില്ലേ പിന്നെന്താ. Good morning, everyone. Today's thought: life and time are the world's best teachers. Life teaches us to make good use of time, and the time teaches us the value of life. Abdul Kalam. Thank you. മിസ്സേ, ഞാനാണ് സൈനിന്. Good morning, ma'am, and my dear friends. Today, I want to tell you a moral story: The Ant and the Grasshopper. Once upon a time, in a sunny field, there was an ant and a grasshopper. He knew he had to work hard to get ready for the cold days coming. But the grasshopper was not like that. He liked singing and dancing all the time, without thinking tomorrow or storing food. The ant continued to gather food, while the grasshopper kept singing and playing. When winter came, the field became icy and cold. The ant had lots of food stored in his cozy home, but the grasshopper had nothing to eat. He went to the ant's house and asked for food. The ant shared his food with the grasshopper, but he was reminded to work hard and prepare for the future. From then on, the grasshopper learned his lesson. He worked with the ant, helping to gather food for the winter. They lived happily ever after. The moral of the story is: ഹാർഡ് വർക്ക് ആൻഡ് പ്രിപ്പറേഷൻ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫേസിംഗ് ഫ്യൂച്ചർ ചലഞ്ചസ്. അതായത്, ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ കഠിനാധ്വാനവും തയ്യാറെടുപ്പും പ്രധാനമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്. വെൽക്കം എവ്രി വൺ ടു ദ ക്ലാസ്. സൈൻ ഇൻ ബൈ അഖില അജയ് ഘോഷ്. താങ്ക് യു മാം. ഇപ്പോഴും മാം മ്യൂട്ടാണ് മാം. ഒന്നും ആ കേൾക്കുന്നില്ല. പറയുന്നത് കേൾക്കുന്നില്ല. അവിടുത്തെ സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് അടിച്ചു പോയി മാം.
കേൾക്കാമോ? കേക്കാം. കേൾക്കാം മാം. കേൾക്കാം മാം. ഓക്കെ ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോർഷൻസ് എവിടെ വരെ എടുത്തു അറിയാമോ? അറിയാമോ? മാം വീഡിയോ ആണല്ലോ. പറയാമോ? കേൾക്കുന്നില്ലേ? ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി വരെ പറഞ്ഞായിരുന്നു. ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല മാം. അത് ഓഫ് ദ ചിൽഡ്രൻ സോ ദാറ്റ് ദേ മേ പ്രോസസ് ഈസ് പ്രോപ്പർലി വരെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫില്. ഇതോ? അതെ 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 ആ പ്രോപ്പർലി വരെ. ഓഫ് ദി ചിൽഡ്രൻ സോ ദാറ്റ് ദേ മേ പ്രോസസ് ഇറ്റ് പ്രോപ്പർലി വരെ. പറഞ്ഞില്ലേ ഈ പാരഗ്രാഫ്? ഞാൻ നോളജ് വരെയാ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നേ. ഞാനും. He said she must have knowledge of how to do. അതാണോ? ഇതാണോ? ആസ് എ ടീച്ചർ പാരഗ്രാഫ് ആണോ? അവിടെ നിന്നിട്ട് പ്രോപ്പർലി വരെ മാം പറഞ്ഞിട്ടുള്ളൂ. Okay. Yes, as a teacher deals with the children processing of knowledge, she is expected to know the process of involved in the obtaining of the knowledge. Besides, she must have knowledge of how to improve knowledge of the children so that they may process it properly. It is important that a teacher must know what type of knowledge item can be absorbed mentally by children of a particular age group. In short, psychology helps the teachers in deciding what to teach, who to teach, and how to teach. As a teacher teaches the children's processing of knowledge, she is expected to know the process involved in the obtaining of knowledge. എന്താ പറയുന്നത്? കുട്ടികൾക്ക് നമ്മൾ അറിവ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടികൾക്ക് അറിവ് കൊടുക്കാനുള്ള മെത്തേഡ്സിനെ കുറിച്ചിട്ട് ടീച്ചിങ് പ്രോസസ്സിനെ കുറിച്ചിട്ട് ആർക്കാർക്ക് ഉണ്ടായിരിക്കണം? അധ്യാപകർക്ക് അറിവുണ്ടായിരിക്കും. അതായത് കുട്ടികളുടെ അറിവ് സംസ്കരിക്കുന്നതിൽ അധ്യാപകർ ഇടപെടുന്ന സമയത്ത് അറിവ് നേടുന്നതിനുള്ള ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രക്രിയകൾ, അതായത് അതിന്റെ പ്രോസസ്സിനെ കുറിച്ച് ആരറിഞ്ഞിരിക്കേണ്ടതാണ്? അധ്യാപകരാണ്. അത് ടീച്ചിങ് മെത്തേഡ്സ് അല്ലെ, ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ട് അറിയാൻ മാത്രമേ കുട്ടികൾക്ക് നോളജ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രോസസ്സ് കൃത്യമായ രീതിയിൽ നടത്തുകയുള്ളൂ. കൂടാതെ besides, she must have knowledge of how to improve knowledge of the children so that they may process properly. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? കുട്ടികളുടെ അറിവ് നമുക്ക് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതായത് എത്രത്തോളം ഇംപ്രൂവ് ചെയ്ത് കൊടുത്തുള്ള നോളജ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന നോളജ് എത്രത്തോളമാണ്, ഏത് അറിവാണെങ്കിലും എന്താണ്, അതൊരു കൃത്യമായ ഒരു പ്രോസസ്സിന് കൂടെ ആയിരിക്കും നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇല്ലാത്ത പക്ഷം അതിനെക്കുറിച്ച് പഠിച്ചില്ല, ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും കുട്ടികൾക്ക് നമ്മൾ ആ ഒരു നോളജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നത് എങ്ങനെയാണ്, അതിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, എത്രത്തോളം പ്രോപ്പർ വേയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രത്തോളം കുട്ടികൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും പറ്റും. It is important that
that a teacher must know what type of knowledge item can be absorbed mentally by children of a particular age group. എന്താ പറയുന്നത്? ഓരോ ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ഏജ് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ഏത് മെന്റൽ ഏജിലാണ് കുട്ടികളെ ഓരോ കാര്യങ്ങൾ അക്വയർ ചെയ്യുന്നത്, അതൊരു ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നമ്മൾ ഏത് ഏജ് കാറ്റഗറിയിൽ വരുന്നവരാണ്? ഏത് ഏജ് കാറ്റഗറിയിൽ വരുന്നവരാണ്? 3 to 6. 3 to 6 വരുന്ന കുട്ടികളാണ് അല്ലെ. അപ്പൊ ഒരു പ്രത്യേക പ്രായമാണ് അത് ശരിക്കും പറഞ്ഞാൽ അല്ലെ. പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ അറിവ് കൊടുക്കുന്ന സമയത്ത് അത് ഏത് തരത്തിലുള്ള അറിവായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതായത് കുട്ടികൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും ഏത് കണ്ടന്റ് ആണെങ്കിലും പഠിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് വേറെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ഓരോ കുട്ടികളുടെ ഏജിനനുസരിച്ചിട്ട് മാത്രമേ കുട്ടികൾ എന്ത് കാര്യമാണെങ്കിലും അത് പഠിക്കുകയുള്ളൂ അല്ലെ. അവരുടെ ഏജ് കപ്പാസിറ്റി അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് വല്ലാത്തൊരു ബർഡൻ ആയിരിക്കും. അധ്യാപകർ അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണ്. യെസ്. In short, psychology helps the teachers in deciding what to teach, who to teach and how to teach. അപ്പൊ അധ്യാപകര് സൈക്കോളജി എന്നൊരു സബ്ജക്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്? ആരെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ സൈക്കോളജി അധ്യാപകർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഏതൊരു ആക്ടിവിറ്റി പഠിപ്പിക്കുന്നതാണെങ്കിലും അത് എന്തിനാണ് പഠിപ്പിക്കേണ്ടത്, ആരെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഈ ഒരു 3 കാര്യങ്ങൾ കൃത്യമായിട്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് അത് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കും. ഓക്കെ. അല്ലാത്ത പക്ഷം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കണ്ടന്റ് എന്താണ് നല്ല രീതിയിൽ നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ സൈക്കോളജി പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കുട്ടികളെ മനസ്സിലാക്കുക. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മെന്റൽ കപ്പാസിറ്റി ഏത് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് ആർക്ക് അറിവുണ്ടായിരിക്കണം? അധ്യാപകർക്ക് അറിവുണ്ടായിരിക്കണം. ഓക്കെ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? എന്ത് പഠിപ്പിക്കണം, ആരെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. സൈക്കോളജി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. മറ്റ് സബ്ജക്ട്സുകളെ പോലെയല്ല. മറ്റ് സബ്ജക്ട്സുകൾ എന്താണ് നമുക്ക് എങ്ങനെയാണെങ്കിലും അതിന്റെ തിയറീസും കണ്ടക്ട്സ് ഒക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ ഇതെന്താണ് അപ്ലൈ ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ച സൈക്കോളജി കുട്ടികളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രാക്ടിക്കൽ സെഷൻ പോലെയാണ് നമ്മൾ ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അധ്യാപകരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കുട്ടികളിലേക്ക് ആ നോളജ് അക്യൂർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടേ. ഇൻ ഷോർട്ട്, സൈക്കോളജി ഹെൽപ്സ് ടീച്ചേഴ്സ് ഇൻ ഡിസൈഡിങ് what to teach, who to teach and how to teach. Okay. As the children undergoing pre-primary education are very young and not much expected of the society or larger environment, a teacher must be intensively careful in dealing with them. They are very subtle and sensitive. They are likely to absorb or internalize anything they come across. A teacher who is engaged in adjusting the very young generation of the society is expected to have a good knowledge of psychology of the children. ഇതാണ് പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കറിയാം പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും യങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അല്ലെ. ഏറ്റവും തീരെ പ്രായം കുറഞ്ഞുള്ള കുട്ടികളാണ് ആര്? പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ പറയുന്നത്. അപ്പൊ അവര് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നവരാണ് അല്ലെ. സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നൊക്കെ എന്താണ് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള കുഞ്ഞുങ്ങളാണ്. കാരണം എന്താണ്? നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രതീക്ഷാ മനോഭാവത്തോടു കൂടി എനിക്ക് സ്കൂളിലാണെങ്കിലും അധ്യാപകരുടെ അടുത്താണെങ്കിലും തിരിച്ച് എത്തിച്ചേരും. അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾ ആ ഒരു ബിഹേവിയർ നമ്മളോട് കാണിക്കുന്നത്. അപ്പൊ ഒരു യങ് ചിൽഡ്രൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ടീച്ചർ മസ്റ്റ് ബി ഇന്റൻസ്ലി കെയർഫുൾ ഇൻ ഡീലിംഗ് വിത്ത്
കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു ഏജ് ആണ്. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കുട്ടികൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ യങ് കാറ്റഗറിയിലുള്ള കുട്ടികളാണ്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ വളരെ ഇന്റൻസീവ് ആയിട്ട് കെയർഫുൾ ആയിട്ടായിരിക്കണം കുട്ടികളെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു അധ്യാപകൻ അവരുമായിട്ട് ഇടപെടുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരിക്കണം. കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പൂവിനെ പരിപാലിക്കുന്നത് പോലെ ആയിരിക്കണം ഇത്തരത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്. യെസ്. ഇനി ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ദേ ആർ വെരി സബ്റ്റിൽ ആൻഡ് സെൻസിറ്റീവ്. ഇങ്ങനെയാണ്. എന്താണ് ദേ ആർ വെരി സബ്റ്റിൽ ആൻഡ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ? അവർ വളരെ സൂക്ഷ്മരും നിഷ്കളങ്കരുമാണ്. അല്ലെങ്കിൽ നിഷ്കളങ്കരല്ല, സെൻസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സബ്റ്റിൽ വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. സബ്റ്റിൽ വളരെ ഒബ്സർവ് ചെയ്യല്ലേ, കുട്ടികളെ നന്നായിട്ട് സൂക്ഷ്മ നിരീക്ഷണ പാഠകമുള്ളവരാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എന്താണ് സബ്റ്റിൽ എന്ന് പറഞ്ഞാൽ അവര് സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ എന്താണ് സെൻസിറ്റീവ്, സംവേദനശീലതയുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഫീലിംഗ്സ്. യെസ്, കുട്ടികൾ സെൻസിറ്റീവ് ആണ് നമുക്കറിയാം. ഇവരുടെ ഇമോഷൻസ് എപ്പോഴും എന്താണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പെട്ടെന്ന് കാര്യം, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടാവും. അപ്പൊ അവരുടെ ഇമോഷൻസ് ഒരിക്കലും എന്താണ് സ്റ്റേബിൾ അല്ല. എന്താണ് എപ്പോഴും ഇമോഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കേണ്ടത്. They are likely to absorb or internalize anything they come across. ാണ് പറയുന്നത് കുട്ടികളെ പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. They are likely to absorb or internalize anything they come across. എന്താണ് മേഘന? എന്താ മാം? അവിടെ എന്താ സൂചിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ പറ്റി? likely to absorb എന്ന് പറഞ്ഞാൽ എന്താ? അവരെ തോട്ട്സും ഫീലിങ്സും ഒക്കെ ബിഹേവിയർ അവർ ഗ്രാബ് ചെയ്യാൻ വേണ്ടി അബ്സർവ് ചെയ്യുന്നത്. they are likely to absorb എന്ന് പറഞ്ഞാൽ എന്താ? അബ്സോർബ് അവർ കാണുന്നു, കാര്യങ്ങൾ അബ്സർവ് ചെയ്യുന്നു. യെസ്, ഗ്രാസ്പ് ചെയ്യാൻ ഇത് കാര്യങ്ങൾ കുട്ടികളൊക്കെ പെട്ടെന്ന് എന്താണ് അതങ്ങനെ അക്സെപ്റ്റ് ചെയ്തത് കുട്ടികളൊക്കെ കൃത്യമായി മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇന്റേണലൈസ് എനിത്തിങ് ദേ കം അക്രോസ്. എന്താണത്? ഇന്റേണലൈസ് എനിത്തിങ് ദേ കം അക്രോസ് എന്ന് സൂചിപ്പിക്കുന്നത് അവരുടെ മുന്നിൽ നടക്കുന്ന എല്ലാ കാര്യവും അവര് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കും. അതായത് എല്ലാ കാര്യം കുട്ടികൾ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അവരുടെ മുന്നിൽ എന്ത് നടന്നാലും എന്താണ് കുട്ടികൾക്ക് അതൊരു നമ്മൾ പറയും കുട്ടികൾ നിഷ്കളങ്കരാണെന്ന് പറയുന്നതിന് പ്രധാന കാരണം അത് തന്നെയാണ്. അവർക്ക് എന്ത് നടന്നാലും അത് ആ ഒരു മൈൻഡ് സെറ്റ് മാത്രമേ കുട്ടികളത് അനലൈസ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നോക്കി കാണുന്ന ഒബ്സർവ് ചെയ്യുന്ന അവർക്കത് നമ്മൾ മുതിർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് എന്തൊരു പ്രശ്നം എന്നുള്ളത് അത് നമുക്ക് ഫീൽ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുഞ്ഞുങ്ങളൊക്കെ നോക്കി കാണുന്നുണ്ടെങ്കിലും അവർക്കത് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറില്ല. അത് ഉൾക്കൊള്ളില്ല കുട്ടികൾ. അത് ഉൾക്കൊള്ളാത്ത അത് ആന്തരികമായിട്ട് അവർ സ്വീകരിക്കത്തില്ല അല്ലേ മാം? അതല്ലേ എന്റെ അർത്ഥം? നമ്മളിപ്പോ നമ്മളൊരു വലിയ പ്രശ്നം വന്നാൽ നമുക്കത് ഫീൽ ചെയ്യും അല്ലെ? നമുക്ക് പ്രശ്നം വരും, നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇടുന്നങ്ങട് നെക്സ്റ്റ് ആവും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറില്ലേ കുട്ടികളായിരുന്നാൽ മതി എന്നൊരു സമയത്ത് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മള് ഒന്നിനെക്കുറിച്ചും ബോധേഡാവേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ സീരിയസ് ആയിട്ട് കാണത്തില്ല. ഇതിനെ കുറിച്ച് നമ്മള് ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ ഏറ്റവും ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് ടെൻഷൻ ഇല്ല. അച്ഛനമ്മയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കെയറിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ ഒരു കാലം ഒന്നും അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടം അല്ലെ? ആ ഒരു സമയമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കൻ കാര്യത്തിൽ കുട്ടികൾ എന്താണ് അവരത് ബോധേഡാവുന്ന കാര്യമില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് ആ ഒരു കാറ്റഗറി ടൈപ്പ് ഓഫ് കുട്ടികൾ. Teacher who is engaged in adjusting very young generation of the society is expected to have a good knowledge of psychology of the children. A teacher who is engaged in adjusting the very young generation of the society is expected to have a good knowledge of psychology of children. നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും ചെറിയ ജനറേഷനെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അവരുടെ സൈക്കോളജി എന്തായിട്ടും അറിഞ്ഞിരിക്കണം. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ
ഒരു ന്യൂ ജനറേഷൻ, യങ് ജനറേഷനെയാണ് നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലും കുട്ടികളെ ഡീൽ ചെയ്യുന്നതിൽ സൈക്കോളജി എന്ന സബ്ജക്ട് എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ സൈക്കോളജി എന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് നോളജ് ഉണ്ടായിരിക്കും. ഒരു ചെറിയൊരു സബ്ജക്റ്റ് അല്ലാന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. കുട്ടികളെ ഡീൽ ചെയ്യുന്നതിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്രം എന്ന സബ്ജക്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് ചൈൽഡ് സൈക്കോളജി കേട്ടോ. ചൈൽഡ് സൈക്കോളജിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പാഠം ഉണ്ടായിരിക്കണമെങ്കിൽ ഡീൽ ചെയ്യാനായിട്ട് ഒരുപാട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, യെസ്. സംബന്ധിച്ചിട്ട് യുവതലമുറയെ പ്രതികരിക്കുന്നതിൽ എന്താണ് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് അധ്യാപകർക്ക് നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കേണ്ടതാണ്. ടീച്ചർ ആൻഡ് സൈക്കോളജിയില് അതിന്റെ പ്രധാന ഭാഗത്തിൽ വരുന്നത്. നിങ്ങളിതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് വായിച്ചു നോക്കണം കേട്ടോ, ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്. ഓക്കെ, യെസ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ. ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ. As Montessori teachers are expected to communicate with children of the age group 3 to 6, they must know their general behavior in groups, implicit behavior, each one's familial background, familial background, social background, etc. So Montessori teachers are expected to communicate with the children of age group. Age group ആണ് 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അല്ലെ. അവരായിട്ടാണ് നിങ്ങൾ ആശയവിനിമയം നടത്താൻ പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? ഫസ്റ്റ് വൺ, അവരുടെ ജനറൽ ബിഹേവിയർ അല്ലെ, അവരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും. ദെൻ ബിഹേവിയർ ഗ്രൂപ്പ്സ്, ആ കുട്ടികൾ എങ്ങനെയാണ് ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്നത്. രണ്ട് ബിഹേവിയർ ഉണ്ടെന്ന് നമുക്കറിയാം. ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കുമ്പോൾ വേറൊരു ബിഹേവിയർ ആയിരിക്കും, പക്ഷെ കൂട്ടത്തിലിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും മറ്റൊരു ബിഹേവിയർ ആയിരിക്കും കുട്ടികൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു പേഴ്സൺ, ആ ഒരു കുട്ടി. ഇപ്പൊ റിയ എന്നൊരു കുട്ടി എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ, ഒരു വ്യക്തിയാണ്. അവൻ എന്താണെന്ന് അധ്യാപകന് മനസ്സിലാവും. അവൻ എങ്ങനെയാണ്, അവൻ ജനറൽ ബിഹേവിയർ എന്താണ്, ആളുടെ ഗ്രൂപ്പ്സിൽ എന്താണ് ബിഹേവിയർ എന്നൊക്കെ നമുക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈച്ച് വൺസ് ഫാമിലിയർ ബാക്ക്ഗ്രൗണ്ട്. എന്താണ് ഈച്ച് വൺ ഫാമിലിയർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്? ഓരോരുത്തരുടെയും ഫാമിലി പശ്ചാത്തലം മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരുടെ ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലം അല്ലെ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ് അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. യെസ്, അതിൽ നിന്നുമാണ് നമ്മളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് ഏതിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് മനസ്സിലാവുന്നത്. ഓക്കെ, ദെൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എക്സെട്ര എന്നാണ് കേട്ടോ. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സാമൂഹ്യ പശ്ചാത്തലം. കുടുംബ പശ്ചാത്തലം മാത്രമല്ല, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൂടി അധ്യാപിക അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൊസൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം, അവരുടെ ജനറൽ ബിഹേവിയർ എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പിൽ അവരെങ്ങനെയാണ് ബിഹേവിയർ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്തൊക്കെയാണ്, ഇതെല്ലാം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ആരാ സംസാരിക്കുന്നേ? Yes, the children face different problems in their family and environment. ഈ ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായോ? ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ മാം. Yes, the children face different problems in their family and environment. The rate of addition of language changes according to the environment of each child. Caution, motivation, and intelligence are also found of varying degree among children. Teachers' efforts to gather children are likely to encounter the individual difference. Okay? The children face different problems in their family and environment. കുട്ടികൾ അവരുടെ കുടുംബത്തിലും അതേപോലെ തന്നെ ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലെ. നിരവധി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് കുട്ടികളെന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലെ പ്രശ്നങ്ങളായിരിക്കാം?
ഡിഫറെന്റ് പ്രോബ്ലംസ് സൂചിപ്പിക്കുന്നത്? ഫിനാൻഷ്യലി ഉണ്ടാവാൻ ചിലപ്പോ, ഇമോഷണലി. പ്രോബ്ലംസ് ഉണ്ടാവാം. ഇമോഷണലി. ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ഫാമിലിയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവും? ചിലപ്പോ ടോക്സിക് പാരന്റിങ് എല്ലാം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ കമ്മിയായിരിക്കും. ടോക്സിക് പാരന്റിങ്. ഓക്കെ. പിന്നെ മെന്റൽ ഹെൽത്ത് ആയിട്ട് ഇതായിട്ടില്ല മാം. പ്രോബ്ലംസ് ഉണ്ടാവാം. ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ ഇതൊക്കെ ഉണ്ടാക്കി വരാം. അതേപോലെ ഇനി എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, ഐസൈറ്റ് കുറവ് അങ്ങനെയൊക്കെ. ഹെൽത്ത് ഇഷ്യൂസ് വരാം. പിന്നെ സമ്മർദ്ദം ചെലുത്തുന്നവര്. ഓക്കെ. യെസ്. നമ്മൾ പറഞ്ഞിട്ടാണ് കുട്ടികൾ അവരുടെ കുടുംബത്തിൽ അതുപോലെ തന്നെ ചുറ്റുപാടിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. റേറ്റ് ഓഫ് അഡീഷൻ ഓഫ് ലാംഗ്വേജ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ എൻവയോൺമെന്റ് ഓഫ് ഈച്ച് ചൈൽഡ്. എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഓരോ കുട്ടിയുടെയും വികാരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ, ഓരോ കുട്ടിയുടെ വികാരങ്ങൾ, മോട്ടിവേഷൻ, ഇന്റലിജൻസ്, എംപതൈസ്, ഭാഷ മാറ്റമുള്ള കുട്ടികൾക്കായി വ്യത്യസ്തമായുള്ള വില The rate of addition of language changes according to the environment of each child. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? Rate of addition of language changes. എന്താണ്? കൂടുതലായിട്ടുള്ള അറിവുകൾ കൂടുതലായിട്ടുള്ള അത് കുട്ടികളിൽ നിന്ന് അറിവ് നേടുന്നു. കൂടുതലായിട്ടുള്ള അറിവ്, മറ്റുള്ളവരിൽ നിന്ന് പകരുന്ന അറിവ് കുട്ടികൾക്ക് കൂടുതലായിട്ട് അറിവ് നേടുന്നു. മനസ്സിലായോ? ഇതിന്റെ ഒന്ന് പറഞ്ഞത്. അതായത് കുട്ടികൾക്ക് ലാംഗ്വേജ് അഡീഷൻ കൂടുക അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ആ ഒരു അഡീഷൻ കൂടുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ലാംഗ്വേജ് ചേഞ്ചസ് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ചുറ്റുപാടിൽ നിന്ന് കുട്ടികൾക്ക് ഓരോ ഭാഷകളുടെ വ്യത്യാസം വരും. വെരി ഗുഡ്. അതാണ് ചുറ്റുപാടാണ് ലാംഗ്വേജിന്റെ എൻവയോൺമെന്റിൽ കിട്ടുന്ന ഒരു വ്യത്യാസം ചേഞ്ചസ് ലാംഗ്വേജിന്റെ. നമ്മളിപ്പോ വീടിനകത്ത് സംസാരിക്കുക അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുക, എവിടെയൊക്കെ അവിടെ ലാംഗ്വേജ്, അതായത് ഭാഷയുടെ വികാസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കുട്ടി ഇത്രത്തോളം ലാംഗ്വേജ് അല്ലെങ്കിൽ ഇത്രത്തോളം വേർഡ്സ് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിച്ചതാണോ ഇത് ചാപ്റ്റർ? അതെ മാം, പഠിച്ചതാ. ഓരോ ദിവസം എത്രത്തോളം കുട്ടികൾ ഓരോ വേർഡ്സ് പഠിക്കുന്നുണ്ടെന്ന് പ്രത്യേകമായി പറയുന്നുണ്ട് അല്ലേ? ഒരു നമ്പർ അതിൽ പറയുന്നുണ്ടല്ലോ, കറക്റ്റായിട്ടൊരു നമ്പർ പറയുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? എത്രത്തോളം വേർഡ്സ് ആണെന്ന്? അത് ഓരോ ഏജ് ഗ്രൂപ്പ്സിൽ മാം ഓരോ വേർഡ്സ് പറയുന്നുണ്ട്. വേർഡ്സിലെ എണ്ണ വ്യത്യാസമുണ്ട് അല്ലേ? പക്ഷെ ഒരു വളർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്താണ്, ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ റേറ്റ് ഓഫ് ലാംഗ്വേജ് എന്താണ് കൂട്ടിക്കൊണ്ടിരിക്കും അല്ലെ? ഓരോ ദിനപ്രതി അവര് നിരവധി വാക്കുകൾ, വേർഡ്സുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Emotion, motivation and intelligence are also found of varying degree among children. ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്? പരിസ്ഥിതിയുടെ അല്ലെങ്കിൽ എൻവയോൺമെന്റിനനുസരിച്ച് ഭാഷയിൽ റേറ്റ് കൂടുന്നതിനനുസരിച്ച് തന്നെ കുട്ടിയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്? മാം എന്താ പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല മാം, അതുകൊണ്ട് ഒരു ആൻസർ തരാൻ പറ്റുന്നില്ല. എന്താണ് അത്ര ക്ലിയർ അല്ല, കുറെ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ മാം ഒരു ആൻസർ ചെയ്യാൻ പറ്റും, മനസ്സിലാവുന്നില്ല. വളരെ ശ്രദ്ധിച്ചാ കേൾക്കുന്നത്, അത് കാരണമൊന്നും. മൈക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. ബ്രേക്ക് ആവുന്നുണ്ട്. ചെയ്യാം. ഒട്ടും കേൾക്കുന്നില്ല. കേൾക്കാം മാം, പക്ഷെ ഭയങ്കര ദൂരത്ത് നിന്ന് സംസാരിക്കുന്ന പോലെയുണ്ട്. മിസ് കുറെ സ്ട്രെയിൻ ചെയ്തിട്ട് ഞങ്ങളോട് പറയുന്നത് പോലെയുണ്ട്. സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കണില്ല എന്നൊക്കെ ഉറക്കാ സംസാരിക്കുന്നത്, പക്ഷെ അങ്ങോട്ട് കേൾക്കുന്നില്ല. എന്നിട്ട് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. എവിടേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്.
വിട്ടു നിന്ന് വോയിസ് സംസാരിക്കുന്ന മാതിരി ഫീൽ ചെയ്യുന്നേ. ഇച്ചിരി സൗണ്ട് കമ്മിയായിട്ട് കേൾക്കുന്നത് ഇങ്ങോട്ട്. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും കേട്ടോ അത്. എന്തൊന്നും ശ്രദ്ധിച്ചിരിക്കുക. യെസ്, ക്യാമറ ഓൺ ആവാന്നിട്ടാണ് കേട്ടോ. അത് ഓൺ ചെയ്തിട്ട് ഓൺ ആവുന്നില്ല. നേരത്തെ മൈക്കായിരുന്നു, ഇപ്പൊ ക്യാമറയാണ്. എന്ത് പറ്റിയെന്നറിയാം. ദിവസം ഇത്തിരി മോശമാണ് തുടക്കത്തിലെ. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലേ. എല്ലാ ദിവസവും നമുക്ക് ഹാപ്പി കിട്ടില്ലല്ലോ. അതെ 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 അതെ. ഇപ്പൊ നമ്മുടെ സിസ്റ്റമാണ് പറ്റിച്ചത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്, ഇങ്ങനെ പറയാതിരിക്കും. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. അതായത് ഇമോഷൻ, മോട്ടിവേഷൻ ആൻഡ് ഇന്റലിജൻസ് ആർ ഓൾസോ ഫൗണ്ട് ഓഫ് വെരി ഡിഗ്രി അമംഗ് ദി ചിൽഡ്രൻസ്. കുട്ടികളിൽ എന്താണ് പലതരത്തിലുള്ള വികാരങ്ങൾ കടന്നു വരുന്നത്. ഇമോഷൻസ് ഉണ്ട്, മോട്ടിവേഷൻസ് ഉണ്ട്, ഇന്റലിജൻസ്. ഇമോഷൻ എന്താണ്? വികാരങ്ങൾ. മോട്ടിവേഷൻ എന്താണ്? പ്രചോദനം അല്ലെ. മോട്ടിവേഷൻ മീൻസ് പ്രചോദനം. ആൻഡ് ഇന്റലിജൻസ്, ഇന്റലിജൻസ് എന്താണ്? ഇന്റലിജൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാള്, പിന്നെ പുതിയ പുതിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഓരോ സിറ്റുവേഷൻസിൽ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് കുട്ടികളിൽ? ഇതൊക്കെ ഒരേ അളവിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് കുട്ടികളുടെ? അല്ല, ഡിഫറെന്റ് ആയിരിക്കും. അല്ല, അളവിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവും. അതും പരിസ്ഥിതി റിലേറ്റഡ് ആണ് അല്ലെ. എൻവയോൺമെന്റുമായിട്ട് അതും റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അതായത് ഒരു കുട്ടിയുടെ ഇമോഷൻ ആയിക്കോട്ടെ, മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഇന്റലിജൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ആണ് അല്ലെ. ഇതിന്റെ ഡിഗ്രീസിൽ എന്താണ് വ്യത്യാസം? അതായത് ഓരോ ഇപ്പൊ ഒരു കുട്ടിയുടെ ഇമോഷൻ, വികാരത്തിൽ എന്താണ് വ്യത്യസ്ത അളവുകളിലായിരിക്കും. ഇമോഷൻസ് പലതരത്തിലുണ്ടാവും. അതേപോലെ തന്നെ മോട്ടിവേഷൻസ്, ഇന്റലിജൻസ്, ബുദ്ധിപരമായിട്ട് കുട്ടികളിൽ വ്യത്യസ്തത ഉണ്ടാവും. ഇപ്പൊ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇന്റലിജൻസ് ഉള്ള കുട്ടികളുണ്ട്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൽ ബുദ്ധിപരമായിട്ട് കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അല്ലെങ്കിൽ മ്യൂസിക് ഇന്റലിജൻസ് ഉള്ള കുട്ടികളുണ്ടാവും അല്ലെ. പാട്ട് അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് ആർട്ട്, നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതിന് പറയുന്നത് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകളാണ്. ബുദ്ധിപരമായിട്ടും എന്താണ് കുട്ടികളുടെ അളവുകളിൽ വ്യത്യാസം. ഇമോഷൻസിന്റെ ബേസിസിൽ എന്താണ് കുട്ടികളുടെ അളവിൽ വ്യത്യാസം. ഒരാളിലും എന്താണ് ഒരേപോലെ അളവിലായിരിക്കില്ല ഇതെല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, ടീച്ചേഴ്സ് efforts to gather children are likely to encounter individual differences. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓരോ കുട്ടിയിലും ഇമോഷൻ ആയിക്കോട്ടെ, ഇന്റലിജൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം വ്യത്യസ്ത അളവിലാണ് രൂപപ്പെടുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? വ്യക്തി വ്യത്യാസം. ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതാണ് എന്ത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചിലപ്പോൾ കാഴ്ചയിൽ ഒരുപോലെ തോന്നാം. കുട്ടികളെ കാണുന്ന സമയത്ത് ട്വിൻസിനെ കണ്ടാൽ നമുക്ക് ഒരേപോലെ ഫീൽ ചെയ്യും അല്ലെ. ട്വിൻസ് ഇരട്ടകളെ കണ്ടതിന് നമുക്ക് ഒരേപോലെ തോന്നും. പക്ഷെ അവരൊരേപോലെയാണോ? അല്ല മാം, ഒരാൾ എപ്പോഴും നന്നായിട്ട് അങ്ങനെയായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ മെന്റലി വ്യത്യാസം, ഇൻട്രസ്റ്റിൽ വ്യത്യാസം, ഐഡിയാസിൽ വ്യത്യാസം, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം, ഇതൊക്കെ എന്താണ്? അതുപോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സിന്. ഇപ്പൊ ഇപ്പൊ ട്വിൻസ് ആണ് തോന്നുന്നില്ല. അപ്പൊ ഒരു കുട്ടിയുടെ കണ്ണിന് വ്യത്യാസമുണ്ട്. ചിലപ്പോ കണ്ണിന്റെ നമ്മുടെ കൃഷ്ണമണിയുടെ കളറിൽ വ്യത്യാസമുണ്ട്. ഒരേപോലെ ആണെങ്കിൽ ഇരിക്കും. പക്ഷെ ആളുടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്താണ്? പിന്നെ കണ്ണ് ചിലപ്പോൾ പൂച്ച കണ്ണായിരിക്കും, നീല നിറമുള്ള കണ്ണായിരിക്കും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഒരാളും ഒരേപോലെയല്ല. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഒരു കുട്ടിയും എല്ലാവരെയും പോലെ, അതായത് ഒരു കുട്ടി ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നു, പക്ഷെ തൊട്ടടുത്ത കുട്ടിക്ക് എന്താണ് അത്രയും ഒരു കപ്പാസിറ്റി ഇല്ല. അത് അവനെ മറ്റുള്ള ആരെയും വ്യത്യസ്തനാകുന്നുണ്ട്. അത്ര ഇന്റലിജൻസ് കപ്പാസിറ്റി ഉള്ളു. അപ്പൊ അത്രയും മാത്രമേ കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ കുട്ടികൾ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഓക്കെ,
എങ്കിൽ മാത്രമേ ഏജ് ഡിഫറൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, egocentrism is still prevail with some children. ഇനി അവിടെ വരുന്ന അടുത്തൊരു വാക്കാണ് എന്താ? egocentrism. എന്താണ് egocentrism? ഒരാളുടെ ഇപ്പോ വൺസെൽഫ് ആയിട്ട് ഒരു അവരുടെ ഓൺ തോട്ട്സും എക്സ്പീരിയൻസും ഫീലിംഗ്സും ഉണ്ടാവില്ലേ? അങ്ങനെയായിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എന്താ മാം? കേട്ടില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഈഗോസെൻട്രിസം എന്ന് കാണാൻ സാധിക്കും. എങ്ങനെയായിരിക്കും അത്? അവരെക്കാട്ടി നല്ല കളിപ്പാട്ട കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഈഗോ വരത്തില്ലേ? ചില കുട്ടികൾക്കാണ് അഹങ്കാരം എന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോ അവനുള്ളത് മറ്റുള്ള ഒരാൾക്കില്ലെങ്കിൽ അവരുടെ അഹംഭാവം തോന്നാം. അല്ലെങ്കിൽ എന്താണ്, ടീച്ചർ ഒരു കുട്ടീനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് കണ്ടാൽ ആ കുട്ടിയോട് ഒരു ഈഗോ തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് മുറിയിലല്ലാതെ തന്നെ കുട്ടികൾക്ക് എന്താണ്, ഇപ്പൊ പാരന്റ്സിനോടുള്ള ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ സിബ്ലിങ്സിനോട് ഈഗോ ഉണ്ട്. അപ്പൊ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എല്ലാ കുട്ടികളിലും ഉണ്ട്. അഹംഭാഗം എന്ന ഒരു കോൺസെപ്റ്റ് എല്ലാ കുട്ടികളിലും ഉണ്ട്. അതൊരു വലിയ പ്രശ്നമല്ല, പക്ഷെ നോർമലി വരുന്നൊരു ടെൻഡൻസിയാണ് അല്ലെ. പക്ഷെ എന്താണ്, നമ്മളത് പ്രിവെയിൽ ചെയ്തേ പറ്റും. നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. നിങ്ങൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ടീച്ചർ എന്താണ് അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ട് എന്താണ് ടീച്ചർ അവന് കൊടുത്തത് എന്നൊക്കെ ചോദിക്കുക. അതൊരു അഹംഭാരത്തിൽ ഈഗോ വർക്ക് ചെയ്യുന്ന സമയത്താണ് കുട്ടികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ടെൻഡൻസി പറഞ്ഞോളൂ. ക്ലാസ്സിലൊന്നും പോണ്ട മാം, വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ തന്നെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സിബ്ലിങ്സിന്റെ ഇടയിൽ ഉണ്ടാവും, പാരന്റ്സിന്റെ ഇടയിലൊക്കെ ഇത് ഉണ്ടാവും അല്ലെ. ഓക്കെ, എനിക്ക് തോന്നുന്നു സിബ്ലിങ്സിന്റെ ഇടയിലായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും ഈ ഒരു ഈഗോസെൻട്രിസം വരുന്നത്. രണ്ട് കുട്ടികളുള്ള വീടുകളാണെങ്കിൽ അല്ലെ. നിങ്ങൾക്കറിയാമോ? അച്ഛൻ്റെ അടുക്ക് കൂടുതൽ നമ്മളടുത്താലും പ്രശ്നമാവും. അതെ അതെ, ശരിയാണ്. ഇവിടെ പറയുന്നത് ഈഗോസെൻട്രിസം may still prevail with some children. ഇപ്പോഴും നമുക്ക് ചില കുട്ടികളിലെ ഈ ഒരു ടെൻഡൻസി കാണാനുണ്ട്. There may be children with psychological abnormalities and physical disabilities which the teacher has to identify from very quickly. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈഗോസെൻട്രിസം എന്നുള്ളൊരു കാര്യം അഹംഭാവം കുട്ടികൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അധ്യാപകർക്ക്. അതേപോലെ തന്നെ നമ്മൾ ഏർലി സ്റ്റേജിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണിത് സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. എന്താണ് സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയുന്നത്? മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ, മാനസികമായിട്ടുള്ള തകരാറുകളും അതേപോലെ തന്നെ എന്താണ് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ അല്ലെ. നമ്മൾക്കത് ഏർലി സ്റ്റേജിൽ തന്നെ കുട്ടികളെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കിയിട്ട് കേൾവി ശക്തി കുറവുള്ള കുട്ടികളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലെ. നമ്മൾ വിളിക്കുന്ന സമയത്ത് കുട്ടി റെസ്പോണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓട്ടിസം പോലത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ഒരു കുട്ടി ഒരേ പൊസിഷനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ എന്താണ് ഓട്ടിസം ഉള്ള ഒരു സിംറ്റംസ് ആണ് അല്ലെ. ഓട്ടിസം ഉള്ള ഒരു സിംറ്റംസ് ആണ് ഒരേ പൊസിഷനിലേക്ക് നോക്കിയിരിക്കുക. നമ്മളെ പുറകിൽ നിന്ന് എത്ര വിളിച്ചാൽ പോലും എന്താണ് കുട്ടികൾക്ക് കേൾക്കില്ല. ചില കുട്ടികളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്കൊന്നും തോന്നില്ല, പക്ഷെ എന്താണ് മെന്റലി അവർ വീക്ക് ആയിരിക്കും. കാണുന്ന സമയത്ത് നമുക്കൊന്നും തോന്നില്ല. നമ്മൾ ചില ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള കുട്ടികൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ചാറ്റിലേക്ക് പോയിട്ട് കഴിഞ്ഞാല് ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള അവസ്ഥയുള്ള നിങ്ങളാണെന്ന് പറയില്ല. കാരണം എന്താണ്, ചിലരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഒന്നും തോന്നില്ല, പക്ഷെ മെന്റലി അവർ വീക്കായിരിക്കും. അപ്പൊ കുട്ടികൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ അധ്യാപകർക്ക് എന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. The different aspects of child development have to be understood by the teacher. അപ്പൊ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എത്രത്തോളം ചൈൽഡ് ഡെവലപ്മെന്റുകൾ ഉണ്ട് അല്ലെ. നമുക്കറിയാം കുട്ടികൾ പല സ്റ്റേജസിലൂടെയാണ് അവരുടെ വികസന ഘട്ടം കടന്നു പോകുന്നത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു, അതായത് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ആ ഒരു ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അധ്യാപകർക്ക് അവബോധം ഉണ്ടായിരിക്കും. During the period of vital growth, children pass through different stages of cognitive, emotional, moral, social and linguistic development. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ പല ആസ്പെക്ട്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് വികസനത്തിന്റെ പല ഘട്ടങ്ങളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. ഏതൊക്കെ ഘട്ടങ്ങളാണ്?
Cognitive, emotional, moral, social, and linguistic development. നമ്മള് കൊഗ്നിറ്റീവ് തിയറി പഠിച്ചവരല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ കൊഗ്നിറ്റീവ് തിയറി? അതെ മാം. അതിൽ നമ്മൾ 4 സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട്. 4 സ്റ്റേജസിലൂടെ കുട്ടികള് 0 to 2 years എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 to 7 years, 3 to 7 years കുഞ്ഞ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 11 years ഇതിലൊക്കെ എന്താണ് കുട്ടികളിൽ നടക്കുന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, അനിമിസം എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെ റീസണിങ് വരുന്നുണ്ട്, അതേപോലെ എന്താണ് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയില്? ഒബ്ജക്റ്റ് പെർമനൻസ് ഓർക്കുന്നുണ്ടോ? ഒബ്ജക്റ്റ് പെർമനൻസ് തിരിച്ചറിയാനായിട്ട്. റിവൈസബിലിറ്റി ഓഫ് തോട്ട്, റിവൈസബിലിറ്റി അതായത് പ്രത്യാവർത്തനം, പുറകിലേക്ക് ചിന്തിക്കാനുള്ള എബിലിറ്റി അല്ലെ, എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. അതൊക്കെ ഏതാണ്? അതൊക്കെ ഒരു ഘട്ടത്തിലാണ്, കുട്ടികളുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ വൈജ്ഞാനികപരമായിട്ടുള്ള കുട്ടികൾ നടക്കുന്ന വ്യത്യാസങ്ങളാണ്. ഇതൊക്കെ ആ ഒരു സ്റ്റേജിലാണ്. അപ്പൊ നമ്മളിതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ആ തിയറി പഠിച്ചിട്ടുള്ളത് വെറുതെ അല്ല, സ്കൂളിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഈ ഒരു സമയത്ത് കുട്ടി ഈ ഒരു വികാസമാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തിയറികളൊക്കെ പഠിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ക്ലാസ് മുറിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. യെസ്, അപ്പൊ കുട്ടി ഫസ്റ്റ് കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? കോഗ്നിറ്റീവ് സ്റ്റേജസിലൂടെ കുട്ടി കടന്നു പോകുന്നത്. പിന്നെന്താണ്? ഇമോഷണൽ ആൻഡ് മോറൽ, എന്താണ് വൈകാരികമായിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മോറലായിട്ട് കുട്ടികളിലാണ് വ്യത്യാസം വരുന്നുണ്ട്. സോഷ്യൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്, സാമൂഹികപരമായിട്ട് ഭാഷാപരമായിട്ട് എന്താണ് കുട്ടികള് നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അധ്യാപകര് മനസ്സിലാക്കണം കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് പല ഡിസബിലിറ്റീസും ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താ, കുട്ടികളെ ഡിഫറെന്റ് സ്റ്റേജസിലൂടെ കടന്നു വരുന്നവരാണ്. ആ സ്റ്റേജസിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇപ്പൊ മനസ്സിലായോ തിയറി പഠിച്ചതിന്റെ ഉപകാരം എന്താണെന്ന്? Yes. That psychomotor coordination and the skill development continuously. Yes, psychomotor coordination and skill development continuously. നിങ്ങൾ psychomotor coordination പഠിച്ചതാണ് അല്ലേ? സെഫാലോകേഡലൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സെഫാലോകേഡൽ പഠിച്ചിട്ടില്ല? സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടില്ല? സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടില്ല? പറയൂ. അതിൽ നമ്മുടെ പല സ്റ്റേജിലെ കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അല്ലേ? സെൻസറി മോട്ടോർ അതൊക്കെയാണോ മാം? പ്രീ ഓപ്പറേഷൻ അതെല്ലാം ക്രോളിംഗ്, വാക്കിംഗ്. ഇതാണ് കോഗ്നിറ്റീവ്. ഇത് വേറെ ചാപ്റ്റർ ആണ്, സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ആൻഡ് ഡെവലപ്മെന്റ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടില്ല നിങ്ങള്? കുട്ടികളിൽ ഉണ്ടാകുന്ന ശാരീരിക വികസനങ്ങളെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് അത്. ഒരു കാര്യം പറയട്ടെ, നമ്മള് ഈ സൈക്കോളജിക്കലി പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കണക്റ്റഡ് ആയിട്ട് പഠിക്കണോണ്ട് അത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അതിന് എടുക്കരുത്. ഓരോ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററൊക്കെ കണക്ഷൻ ഉണ്ട്. ഓക്കെ, യെസ്. പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. പിന്നെ നമ്മൾ പഠിച്ച ഏതാണ്? പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി നിങ്ങളൊക്കെ പഠിച്ചു. 4 സ്റ്റേജ് നിങ്ങൾ പഠിച്ചു. ഏതൊക്കെ സ്റ്റേജസ് ആണ് നമ്മൾ പഠിച്ചത്? സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷൻ. Yes, very good. Okay, yes. Then next, fluid stage of emotional development. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടുണ്ടോ ഫ്ലൂയിഡ് ഡെവലപ്മെന്റിന്റെ? ഫ്ലൂയിഡിന്റെ മാം അത് മാം ഒരു ഇതില് ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തതാണോ? അല്ല, രണ്ട് തിയറി പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അത് ഇതാണ് തിയറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമില്. ഞാനല്ല കേട്ടോ. ഫ്ലൂയിഡിന്റെ തിയറിയോ? അത് 2 തിയറി ഉണ്ടായിരുന്നു, അത് ഓർക്കുന്നില്ല ഏതാ, ബട്ട് അത് ഉണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ്. ഓക്കെ, ഫ്ലൂയിഡ് എന്തിനെ കുറിച്ചിട്ടാണ്? കുട്ടികളുടെ ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് ഫ്ലൂയിഡ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പഠിച്ചിട്ടില്ല, സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് പഠിപ്പിക്കാം. അതേപോലെ തന്നെ എന്താണ് എറിക് എസ് എഡ്സൺ.
എറിക്സൺ എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എറിക് എച്ച് എഡിസൺ എന്നാണ് കേട്ടോ. അദ്ദേഹം എന്താണ് പേഴ്സണാലിറ്റി തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വ്യക്തി വികസനങ്ങളെ കുറിച്ചുള്ള തിയറീസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറിയാണ് സൈക്കോളജിയിൽ. നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ആ തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, നമ്മളിപ്പോ ഏത് ലൈഫ് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഏകദേശം അദ്ദേഹം നമ്മുടെ ലൈഫിന്റെ സ്റ്റേജസിനെ 8 സ്റ്റേജസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. എറിക് എച്ച് എഡിസന്റെ തിയറിയാണ് ടീച്ചർ പറയുന്നത്. 8 സ്റ്റേജസ് ആയിട്ടാണ് അദ്ദേഹം നമ്മുടെ ലൈഫിനെ നമ്മുടെ ഈ ഒരു ജീവിതം മുഴുവൻ 8 സ്റ്റേജിൽ അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സ്റ്റേജ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. കാരണം എന്താണ്, ചിലപ്പോൾ നമ്മുടെ അവസാന സ്റ്റേജിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അവസാനിക്കാനായിട്ട് 2 സ്റ്റേജും കൂടി ബാക്കി ഉണ്ടാവും. അത് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നും. അങ്ങനത്തെ ഒരു തിയറിയാണത്. സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും അത് പഠിച്ചേരാം. ഇതൊന്നും പഠിക്കാനൊന്നുമില്ല, എങ്കിലും ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞുതരാം. ഇമോഷൻ ഡെവലപ്മെന്റ് സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ മാം, അത് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്ലൂയിഡിന്റെ തിയറി ആയിട്ട് ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ, വേറെ എന്തെങ്കിലും ആയിരിക്കുള്ളൂ, ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. എറിക്സൺ തിയറി ഇട്ടായിരുന്നോ? എറിക്സന്റെ തിയറി ഇട്ടിട്ടുള്ള ഇപ്പോഴല്ലേ പറഞ്ഞോളൂ. അത് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്, കിടക്കുന്നുണ്ട്. ഏത് എറിക്സന്റെ തിയറിയോ? അത് ചിലപ്പോ നിശ്ചയിച്ചിട്ടുള്ളതായിരിക്കും. അല്ല മാം, എറിക്സന്റെ തിയറി ഉണ്ട്, ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. എറിക്സന്റെ വേറെ തിയറിയോ? 8 സ്റ്റേജ് ഉണ്ടോ അതില്? 8 സ്റ്റേജ് പറഞ്ഞില്ലേ, അത് ഇട്ടിട്ടുണ്ട്. കേട്ടോ. അപ്പൊ അത് ടീച്ചർ ക്ലാസ് എടുത്തോ നിങ്ങക്ക്? ഒന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഓക്കെ, യെസ് മാം. ഒന്നും കൂടി പറ മാം, ലൈറ്റ് ആയിട്ട് ചെറുതായിട്ട്. സ്റ്റേജസ് അറിഞ്ഞിരുന്നാ മതി, പഠിക്കാനില്ല നിങ്ങൾക്കത്. അതായത് എറിക്സൺ 8 സ്റ്റേജ് ആയിട്ടാണ്. 8 സ്റ്റേജിലൂടെ പേരുകൾ ഉണ്ടോ? അത് ടീച്ചർ അടുത്ത ദിവസം പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പറഞ്ഞ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അറിഞ്ഞിരുന്നു, ഒരു കുഴപ്പമില്ല. എന്തായാലും പഠിപ്പിക്കാൻ പോവല്ലേ അല്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കുക, എച്ച് എഡിസന്റെ തിയറി ഒന്ന് പഠിപ്പിക്കാനായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അത് എടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് കുറെ സൈക്കോളജിസ്റ്റിന് തിയറി ബേസിസിൽ പറയുന്നത് കുട്ടികളിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റേജസുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ് ഇതൊക്കെ. ഏതൊക്കെ പറഞ്ഞു? സൈക്കോമോട്ടോർ കോർഡിനേഷൻ, അല്ലെങ്കിൽ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഫ്ലോയിഡിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ്, എറിക്സന്റെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ആർ സം വർക്ക് ഓഫ് ജഡ്ജ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് വിച്ച് ആർ യൂസ്ഡ് ടു ടീച്ചേഴ്സ്. ഇപ്പൊ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ 4 തിയറീസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ 4 തിയറീസിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സ്റ്റേജ് ആണ് കുട്ടികൾ കടന്നു പോകുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓരോന്നായിട്ട് ഇപ്പൊ എറിക്സന്റെ തിയറി മാത്രം ടീച്ചർ പറഞ്ഞുതരാം. ബാക്കി നമ്മുടെ പിയാഷെയുടെ തിയറി പഠിച്ചിട്ടുണ്ട് അല്ലെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ദെൻ ബ്രൂണറുടെ തിയറി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? ബ്രൂണറുടെ തിയറി, എൻആർപി സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. യെസ്. Okay. Without having proper foundation in psychology, a teacher may not succeed in understanding Froebel's ideas of teaching kindergartens or Maria Montessori's ideas of using didactic apparatus. ഇവിടെ പറയുന്നത് ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് സൈക്കോളജി എന്ന സബ്ജക്റ്റിനും അല്ലെങ്കിൽ എന്താണ് ഫ്രോബൽ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് കിൻഡർ ഗാർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കിൻഡർ ഗാർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കിൻഡർ ഗാർട്ടൻസ് കുട്ടികളെ കുറിച്ച് ഏത് കാറ്റഗറിയാണ് അത് കിൻഡർ ഗാർട്ടൻസ് എന്ന് പറയുന്നത്? ഏത് ഏജ് ആണ്? 3 to 6 years. അല്ലെ? അപ്പൊ ഫ്രോബലും ഒരു തിയറീസ്, അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഫ്രോബലിന്റെ ഒരു തിയറി വരുന്നത്. അതോടൊപ്പം തന്നെയാണ് എന്ത് മറ്റൊരു തിയറി, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തിയറിയാണ് എന്ത്? മരിയ മോണ്ടിസോറിയുടെ ഏത് ഐഡിയ ആണ്? ഡിഡക്റ്റീവ് അപ്പാരറ്റസ്. ഡിഡക്റ്റീവ് അപ്പാരറ്റസ് അല്ലെ? യെസ്. അപ്പൊ ഈ തിയറീസുകളുടെ ടീച്ചർ എപ്പോഴും പറയുന്നത് തിയറീസുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ആ തിയറി ബേസിസിലാണ് നമ്മൾ കുട്ടിയിലേക്ക് ക്ലാസ് മുറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ ലെവലിൽ നടക്കുന്നത് ഈ പറഞ്ഞ തിയറി ബേസിസിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ തിയറികൾ, പ്രത്യേകിച്ച് സൈക്കോളജി തിയറി നിങ്ങൾ ഒരിക്കലും ചെറുതായിട്ട് കാണരുത്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണത്. യെസ്.
നമ്മൾ പറയാറുണ്ട് ഈ തിയറി ഒക്കെ പഠിച്ചിട്ട് എനിക്ക് എന്തിനാണെന്നുള്ളൊരു തോന്നൽ ആർക്കും വേണ്ട, അത് ഉപയോഗപ്രദമായിട്ട് വരും. ക്ലാസ്സിൽ പോയി തുടങ്ങി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് കൃത്യമായിട്ട്. അപ്പോൾ കുട്ടികളുടെ ഡിഫറെന്റ് സ്റ്റേജസിനെ പറ്റി പല സൈക്കോളജിസ്റ്റുകൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത്. അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്, അതോടൊപ്പം എന്താണ് അവരുടെ മാനസികമായിട്ടുള്ള വികാസങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള തിയറീസുകൾ പല സൈക്കോളജിസ്റ്റുകളും വിപുലീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മള് ചിലത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്, ചിലത് നമ്മുടെ പേരുകൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു തിയറിയുടെ മാത്രം ടീച്ചർ എക്സ്പ്ലനേഷൻസ് അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ. സ്റ്റേറ്റസിനെ കുറിച്ചുള്ള തിയറി മാം ഒരു ആക്ടിവിറ്റി തരാന്ന് പറഞ്ഞില്ലായിരുന്നോ ഈ യൂണിറ്റ് തീർന്നിട്ട്? ചോദിച്ചു വാങ്ങിക്കണം കേട്ടോ. യെസ്. അപ്പൊ സൈക്കോളജി എന്ന യൂണിറ്റ് 6 കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഏത് പോർഷൻസ് ആണ് എടുക്കാനുള്ളത്? പാർട്ട് 2 ഒരാൾ പറയണേ, പാർട്ട് 2 ഏത് ടോപ്പിക് എടുക്കാനുള്ളത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് 10ാമത്തെ ചാപ്റ്റർ. അത് മാത്രമേ ഉള്ളൂ? അത് എടുത്തിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു? ബാക്കിയെല്ലാം കഴിഞ്ഞു. ഉറപ്പാണോ? കൺഫേം ചെയ്ത് പറയണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എടുക്കാം, ഏത് തിയറിയും പഠിപ്പിക്കാം കേട്ടോ. പിന്നെ തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞത് ആരാണ് ടീച്ചറെ? അത് ചെയ്തല്ല മാം. ആരാണ്? തന്നെ എഡ്യൂക്കേഷൻ വേറെ ഇതിനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചെയ്തോ നിങ്ങള്? ചെയ്തായിരുന്നോ? അറിയാം, ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് വില്യം മുണ്ടറ്റാണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ പറയോ? വില്യം മുണ്ടറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈല്, അദ്ദേഹത്തെ കുറിച്ചിട്ട് അത്രയും ചെയ്താൽ മതി, അതൊന്നും ചെയ്യണ്ട. അത് ഒരു 1-2 പേജ് കവിയാതെ നിങ്ങൾ ആക്ടിവിറ്റി അത് ചെയ്യണ്ട കേട്ടോ. 1-2 പേജിൽ ഉൾക്കൊള്ളുന്ന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്താൽ മതി. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം എന്താണ്, അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള സൈക്കോളജിക്കൽ ഫീൽഡിൽ എന്തൊക്കെ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം തന്നിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റ് ഹെഡിങ് വില്യം മുണ്ടറ്റ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള പ്രൊഫൈൽസ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഓരോ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഓരോ ഓതേഴ്സിനെ പറ്റിയിട്ടുള്ള കണ്ടിട്ടില്ലേ? ഇല്ല മാം. ജസ്റ്റ് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രം പോരെ? മാത്രം എഴുതിയാൽ മതി. പേര് ഹെഡിങ് കൊടുക്കുക, വില്യം മുണ്ടറ്റ് ഹെഡിങ് കൊടുക്കുക, അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അദ്ദേഹം എന്ന് ജനിച്ചു, എവിടെയാണ് ജനിച്ചത്, ഓക്കെ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, പ്രത്യേകമായിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, അതൊക്കെ ഒന്ന് കണ്ടത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഓക്കെ, അത്രയും ചെയ്താൽ മതി. ഓക്കെ, ക്ലാസ് ഫസ്റ്റ് തുടക്കം തന്നെ നമ്മുടെ ക്യാമറ പോയി മൈക്ക് പോയി മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നല്ലേ, നല്ല രീതിയിൽ അത് കിട്ടാനായിട്ട് സാധിക്കും. ഒരു ദിവസത്തിന്റെ വിചാരിക്കാം, എല്ലാ ദിവസവും ഒരേപോലെ അല്ലേ? അപ്പൊ നമുക്ക് സൈക്കോളജി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എടുക്കാം. അപ്പൊ തന്നിരിക്കുന്ന ആക്ടിവിറ്റി നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ട്യൂസ്ഡേ നിങ്ങൾ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അതിന്റെ ചെയ്യാം. ക്ലാസ് തുടങ്ങി ഞങ്ങൾ കുറച്ചു പേരുണ്ടാവില്ല, ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ഇവിടെ അടുത്ത എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ്. എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും പോകുന്നുണ്ട്, നമ്മളില് കുറച്ചു പേര് പോകുന്നുണ്ട്. അപ്പൊ Okay, ma'am. I'm Sana. I'm Surmi Asna.
ഐ എം ഗോയിങ് ടു സൈൻ ഔട്ട് ആദ്ര മാം ക്ലാസ്. ഞാൻ ഒരു ചെറിയൊരു കഥയാണ് പറയുന്നത്. നമുക്ക് മലയാളത്തിലും കഥകൾ വേണമല്ലോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഒരു ചെറിയൊരു കഥയാവാം. തവളയ്ക്ക് കിട്ടിയ ശാപം. പണ്ട് പണ്ട് ദൈവം ഗംഭീരമായ ഒരു വിരുന്ന് നടത്തി. എല്ലാ ജീവജാലങ്ങളെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നു. കൂട്ടത്തിൽ കൊതിയച്ചാരായ ഒരു തവളയും ഉണ്ടായിരുന്നു. അന്ന് തവളകൾ ഇന്നത്തെ പോലെ ചാടിച്ചാടി ആയിരുന്നില്ല നടന്നിരുന്നത്. അവയ്ക്ക് മറ്റ് ജീവജാലങ്ങളെ പോലെ നന്നായി ഓടാനും നടക്കാനും കഴിഞ്ഞിരുന്നു. സദ്യ വിളമ്പുന്നതും കാത്ത് അതിഥികൾ പന്തലിൽ ചെന്ന് സ്ഥാനം പിടിച്ചു. പലതരം വിശിഷ്ട വിഭവങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ നിരത്തി വച്ചിരിക്കുന്നു. കൊതിയൂറുന്ന മണം അവിടെയെല്ലാം പരന്നു. ദൈവമാകട്ടെ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് ധ്യാനത്തിൽ മുഴുകുകയും ചെയ്തു. വിഭവങ്ങൾ കണ്ടപ്പോൾ തവളയ്ക്ക് കൊതി അടക്കാൻ വയ്യാതായി. വേഗം ഭക്ഷണം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒറ്റ ചാട്ടം. പക്ഷേ ചാട്ടം പിഴച്ചു. തവള നേരെ ചെന്ന് വീണത് ദൈവത്തിന്റെ മൂക്കിൻ തുമ്പത്ത്. കോപാകുലനായ അദ്ദേഹം തവളയെ ശപിച്ചു. കൊതിയടക്കാനാകാതെ എടുത്തു ചാടിയ തവളച്ചാരി, ഇനിയുള്ള കാലം നീ ഇതുപോലെ ചാടി ചാടി തന്നെ നടക്കാൻ ഇടവരട്ടെ. പാവം തവള. അന്ന് മുതൽ അവയ്ക്ക് മറ്റു ജീവികളെ പോലെ ഓടുവാനോ നടക്കുവാനോ കഴിയാതായി. തവള ചാടി നടക്കാനുള്ള കാരണം ഇതാണത്രേ. ഓക്കെ, താങ്ക് യു മാം. Yes, Ramya, very good. Let's start it up. Thank you so much for an experience. താങ്ക് യു മാം. താങ്ക് യു.